അപ്പോൾ ഇത് ഉത്തർപ്രദേശിലെ കല്യാണം, ഡൽഹിയിലെ കറക്കം, കരോൾ ബാഗിലെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയിരിക്കുകയാണ്. ദേ ഒരു ബിഗ് ബാഗാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് കരോൾ ബാഗിലെ പർച്ചേസിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ട്, പിന്നെ അവിടുന്ന് കിട്ടിയ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ നിങ്ങളൊന്ന് കാണിച്ചതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ കരോൾ ബാഗ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. ഓടിച്ച് നമ്മൾ കണ്ടതിന് ശേഷം തിരിച്ച് വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഞാനിപ്പോൾ ചെറിയൊരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട്, വെഡിങ് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ഞാനും ഉദയും കൂടെ ഡൽഹി വന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഡൽഹിയിൽ ഞങ്ങളിപ്പോൾ ഉള്ളത് കരോൾ ബാഗ് മാർക്കറ്റിലാട്ടോ. ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനും ഉദയും കൂടെ ഒന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങിയാണ്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് വന്നതാണ്. ഇന്നലെ രാത്രി ഞങ്ങളിവിടേക്ക് വന്നു. കിടിലൻ വൈബായിരുന്നു കേട്ടോ, അടിപൊളി വൈബാണ്. മാർക്കറ്റ് ഫുള്ളാണ് ഇവിടെ. ഇവിടുത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഓരോ സാധനങ്ങൾക്കും വേറെ വേറെ സെക്ഷനാട്ടോ. ഞങ്ങൾ മൊത്തം ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ പകല് മൊത്തം കറങ്ങിയിട്ട് മൊബൈലിൻ്റെ ചാർജ് കംപ്ലീറ്റ് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും കൂടെ കുറച്ചും കൂടെ പർച്ചേസ് ചെയ്തു. പർച്ചേസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങളാണ്, പക്ഷേ പ്രൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ ഭയങ്കര കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതും ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ ഷോപ്സിൽ കിട്ടുന്ന സാധനങ്ങൾ മൊത്തം ഇവിടെ വഴിവക്കിലുണ്ട്. സെയിം ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഹോൾസെയിലേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ കയറുമ്പോൾ നമ്മൾ കുറേ മലയാളികളെ കണ്ടു. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ എവിടെ നിന്നാണെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി ഒന്ന് കുറേ പർച്ചേസ് ചെയ്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ വൈബ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്ന് കുറച്ച് മാർക്കറ്റിനെ കുറച്ച് കാണിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് പർച്ചേസിങ് കാണിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ പോയിട്ട് മൊത്തം എന്താണ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം കേട്ടോ.
അപ്പോൾ കണ്ടല്ലോ, എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, വാവ് എന്ന് പറയാൻ പറ്റിയ ഒരു ഐറ്റം ഇതിനകത്തില്ല. വളരെ ലോക്കലായിട്ട് നമുക്ക് വളരെ വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഡ്രസ്സ് ഐറ്റംസ് അധികമായിട്ട് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. പ്ലസ് എനിക്ക് അവിടെ കിട്ടിയ കുറേ ഗിഫ്റ്റ്. ഓക്കെ, ഇത് ഞങ്ങൾ ബാഗിനെ കുറിച്ച് പറയാം. ഞങ്ങൾ പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും പ്ലാൻ ചെയ്തല്ല പോയത്. വലിയ ബാഗൊന്നും കയ്യിലുണ്ടായില്ല. ഇത് കരോൾ ബാഗ് മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിയൊരു ബാഗാണ്. ഈ ബാഗിൻ്റെ വില 100 രൂപ കേട്ടോ. ഇത് ഫ്ലൈറ്റിൽ വളരെ കംഫർട്ടബിളായിട്ട് എത്തിയിട്ടു. കയറ്റി വിട്ടിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതവർ 300 രൂപയൊക്കെ ചോദിച്ചു. ഞങ്ങൾ 100 രൂപയ്ക്ക് മേടിച്ചു. അതൊക്കെ ലാഭമാണ്. ചിലപ്പോൾ 50 രൂപയ്ക്കും കിട്ടുമായിരിക്കും കേട്ടോ. അവിടുത്തെ സംഭവം കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഷോൾസാണ്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ ആദ്യം കാണിക്കാം. പുള്ളിക്കാരി ഷോൾസ് വീക്ക്നെസ് ആണ്. എവിടെ കണ്ടാലും കുറേ മേടിക്കും. ഇതാണ് ഫസ്റ്റ് വൺ ഞാൻ വാങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം നീളമുണ്ട് കേട്ടോ. മതിയാവും. ഇത്രയുണ്ട്. ഒരു മടക്കും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് മേടിച്ചാൽ മതി. അപ്പോൾ ഇതൊരെണ്ണം. എല്ലായിടത്തും വില പറയാം കേട്ടോ ഷോൾസ്. ഇത് സെയിം തന്നെയാണ്. ഉദയിൻ്റെ വൈഫിന് ഉദയ് മേടിച്ചാൽ കേട്ടോ. ഉദയ് ഇവിടെ ഉണ്ട്, പോയിട്ടില്ല. ഇത് വേറൊരെണ്ണം ഞാൻ മേടിച്ചിരിക്കുന്നത്. കുറേ ടൈം എടുക്കുന്നുണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാതെ, സ്പീഡായിട്ട് ചെയ്യാം. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിൻ്റെ എല്ലാ കളേഴ്സും അവിടെ കണ്ടു. ഭയങ്കര രസമാട്ടോ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇതിന് ഡബിൾ സൈഡാണ്. രണ്ടായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കാം. കണ്ടോ, ഇത് നല്ലൊരു കളറാണ്. ഇങ്ങനെ ഗുണമുണ്ട് ഈ ഷോളിന് കേട്ടോ. ഇതിവിടെ കിടക്കട്ടെ. ഞാൻ ഒരെണ്ണം മേടിച്ചത് ഇത് ഒരു കിടു കളറാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കളറാണ്. കേട്ടോ, നല്ല ഗ്രീനാണ്. ഗ്രീൻസ് ഒരു ലൈറ്റ് ഗ്രീൻ, പിസ്ത ഗ്രീൻ അല്ലേ, അങ്ങനെ പറയാൻ തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇത്രയും ആണ് അവിടെ നിന്ന് വെച്ചാൽ ഷോൾസ്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില 400 രൂപയാട്ടോ. ഇത് എനിക്ക് 500, 600 അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിലേ കിട്ടിയുള്ളൂ. അതിൽ താഴേക്ക് പോയില്ല. ബാർഗെയിൻ ചെയ്തിട്ട് 400 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് ശരിക്കും കരോൾ ബാഗ് എന്നല്ല കേട്ടോ. കരോൾ ബാഗിൽ ഇന്നത്തെ ഷോൾസ് കുറേ കണ്ടു. അവിടെ ബാർഗെയിൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇത് മേടിച്ചിരിക്കുന്നത് ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ ഒരു മാർക്കറ്റ് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് അത് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ബാക്കിയെല്ലാം വരുന്ന കരോൾ ബാഗ് കേട്ടോ. ഇനി അധികമായിട്ട് മേടിച്ചിരിക്കുന്നത് മക്കൾക്കും പിന്നെ കുറച്ച് വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കേണ്ട സാധനങ്ങളാണ്. ഇത് ഇങ്ങനത്തെ കുറേ ഐറ്റംസ്. ഇത് കണ്ടോ, ഇത് ലേഖയുടെ ബ്രദറിൻ്റെ മോന് വാങ്ങിയതാണ്. നല്ല രസമുള്ള മെറ്റീരിയലാണ് കണ്ടോ. ഭയങ്കര രസമാണ് ഇടാൻ. ഇത് ബ്രാൻഡൊന്നും നോക്കേണ്ട നൈക്ക്, പക്ഷെ നല്ല ക്വാളിറ്റി കേട്ടോ. നല്ല ക്വാളിറ്റി, നല്ല ഇലാസ്റ്റിക്കാണ് കണ്ടോ. അതുപോലെ ഞാൻ കുറേ മേടിച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം കൂടെ മേടിച്ചു. ഇത് പ്യൂമ എന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ഇനി കുറച്ച് വലിയ സൈസ് മേടിച്ചിട്ടുണ്ട്. അതിൽ വേണ്ട, ഇത് എൻ്റെയും മക്കളുടെ ഒക്കെ സൈസാട്ടോ. ബിഗ് സൈസാണ്. ഇത് അടുത്ത് നോക്കിയേ, നല്ല രസമുള്ള മെറ്റീരിയലാണ് കണ്ടോ. ശരിക്കും കാണുമെന്നറിയില്ല. അതിൻ്റെ തന്നെ ഇത് വേറൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗംഭീരൻ പർച്ചേസിങ് എടുത്തുട്ടോ. ഇത് അതിൻ്റെ ഒരു ഗ്രേ എത്രയല്ലേ. ഇതിൻ്റെയൊക്കെയും വില ഒരെണ്ണത്തിന് 150 രൂപ കേട്ടോ. ശരിക്കും നമ്മളിവിടെയൊക്കെ പോയിട്ട് 500-നും 600-നൊക്കെ മേടിച്ചിട്ടുള്ള സാധനമാണ് 150 രൂപ ചായ കേട്ടോ. ഇനി അതിന് ഷോർട്സ് ഉണ്ട്. ഇതും നല്ല രസമുള്ള കേട്ടോ. നല്ല ഇലാസ്റ്റിക്കാണ്. ഇപ്പോൾ പെർഫെക്റ്റ് ആട്ടോ. പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതൊരെണ്ണം. ഇതേ ഒരു ഷോർട്സ്. ഇതൊക്കെ എപ്പോഴും യൂസ്ഫുൾ ആട്ടോ. എൻ്റെ മക്കൾ വീട്ടിൽ ഈ വക സാധനം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഇതേ ഒരു ഷോർട്സ്. എല്ലാം അത് തന്നെ കേട്ടോ. ഇത് ഉദയ് മേടിച്ച വേറൊരു ഷോർട്സ് ആട്ടോ. ഇത് 150 തോന്നുന്നു കേട്ടോ. ഇത് 150. ഇതൊക്കെ 100 രൂപ ഞാൻ കൊടുത്തത്. ഞങ്ങളും ബാർഗനിങ് പഠിച്ച് വരുന്നുണ്ടെന്നുള്ളത്. പിന്നെ ബാർഗൻ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് വില കുറച്ച് കിട്ടിയ കേട്ടോ. ഇനി ഇത് ഉദയിൻ്റെ മോന് വേണ്ടി ഉദയ് മേടിച്ചാട്ടോ. 100 രൂപയുള്ളൂ എൻ്റെ വില. ഇനി ആ ടൈപ്പ് ഇതൊരെണ്ണം. ഇതും ഇവിടെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി മേടിച്ചാട്ടോ. ഇതും 150. അപ്പോൾ അതിൻ്റെ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി 1-2 ഗേൾസിൻ്റെ കുട്ടികൾക്കുള്ള മേടിച്ചിട്ടുണ്ട്. ഇതിന് ഇതല്ലേ
ഇതിന് പറഞ്ഞ പേര് പട്ടിയാല പാൻ്റ് അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. യെസ്, നല്ല രസമുള്ള കളറാണ്, നോക്കിയേ. ഇത്രയും ഹെവി സൈസാണ്. പക്ഷേ ഇതിന് വെറും 200 രൂപ കേട്ടോ. നല്ല ഇലാസ്റ്റിക്കാണ്. 200 രൂപയ്ക്ക് കിട്ടി അവിടെ നിന്ന്. യെസ്, അത് ഉദയിൻ്റെ മോൾക്ക് മേടിച്ചതാട്ടോ. ഇത് ഒരു ഡിഫറെൻറ്റ് ടോപ്പാട്ടോ. എനിക്ക് ശരിക്കും ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്തു. ഇതിങ്ങനെ ഇടണം. വെട്ടി ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഇങ്ങനെ ടൈ ചെയ്യാനുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്, കണ്ടോ. ഇതിങ്ങനെ ടൈ ചെയ്യാം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൈ കണ്ടോ, എൻഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് മനസ്സിലായൊന്നറിയില്ല നിങ്ങൾക്ക്. എന്തായാലും രസമുണ്ട് ഈ സാധനം. ഇതാട്ടോ. ഇതിനോട് വില എത്ര തരുമോ? 100 രൂപ. ഇത് നമ്മുടെ വെസ്റ്റേൺ വെയർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ 600-700 വീണ സാധനം എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വില, ഇവിടുത്തെ വില എനിക്ക് അധികം അറിയില്ല. എന്തായാലും ഇത് ലാഭമെന്ന് എനിക്ക് മനസ്സിലായി. ഇത് വേറൊരു ടോപ്പാണ്. ചേച്ചിയുടെ മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഇതും അത് തന്നെ വില 100 രൂപയാണ്. ഒരു ഷർട്ട് ടൈപ്പാട്ടോ. കൈ രണ്ടും നെറ്റ് പോലെ, ബാക്കി അത്യാവശ്യം എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട്. വേറെ കളേഴ്സ് ഉണ്ടായില്ല. ഈ റെഡ് എനിക്ക് അത്ര ഇഷ്ടമായില്ല, ബട്ട് വേറെ കളറില്ലാത്തതുകൊണ്ട് മേടിച്ചു കേട്ടോ. ഇതിങ്ങനത്തെ വർക്കൊക്കെ ഉണ്ട് ഇതിൽ. യെസ്, ഇത് വെച്ചിട്ട് പർച്ചേസിങ്ങിൽ വേറെ നോക്കരുത്. നിങ്ങൾ വലിയ വലിയ ഷോറൂംസിലൊന്നും കയറിയിട്ടില്ല. ഇതൊക്കെ അവിടുത്തെ വഴിവെക്കിൽ നിങ്ങൾ കണ്ട ആ സൈറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ കേട്ടോ. ഇനി വാങ്ങിയിരിക്കുന്നത് കാണിച്ചു തരാം. ഉദയ് 2 മഗ് വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഉള്ളതെല്ലാം കാണിച്ചേക്കാം. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പാക്ക് ചെയ്യാൻ തന്നെ കുറേ പരിപാടി എടുത്തു വന്നു ഇവിടെ. ഇത് ഈ മഗ്, കോഫി മഗ് എന്ന് പറയാൻ പറ്റില്ല. ഈ ടൈപ്പ് മഗ്ഗാട്ടോ. ഇത് 2 എണ്ണം 100 രൂപ മാത്രമേ ഉള്ളൂ അവിടെ. ഒരെണ്ണം 50 രൂപയായിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു സാധനം കാണിക്കാം. ഇരിക്കലാട്ടോ. ഇതെൻ്റെ ഭാര്യയ്ക്ക് തലയിൽ വയ്ക്കാൻ ഞാൻ വാങ്ങിയ സാധനം കേട്ടോ. മുടിക്ക് പകരം നല്ല പെർഫെക്ഷനുള്ള സാധനമാണ്. ഇതിങ്ങനെ എന്താ പറയുക, ഇതേ ഇങ്ങനെയൊക്കെ ഇട്ട് ഇതിനകത്തോട്ട് ചെറിയ മുടിയാണ് കയറ്റി ഹാങ് ചെയ്താൽ ശരിക്കും മുടി പോലെ തന്നെ ഉണ്ടാവും. പൂവും കൂടെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇത് 150 രൂപയ്ക്കാണ് കിട്ടിയ അവിടെ. ഇവിടെയുള്ള വില എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കണ്ടപ്പോൾ മേടിച്ചു. ഒരു 350 ചോദിച്ചു. ഞാൻ 150 പറഞ്ഞപ്പോൾ തന്നു. ചിലപ്പോൾ അതിലും കുറച്ച് കിട്ടുമായിരിക്കും. ഇനി ടേബിൾ മാറ്റ് 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ മാറ്റാണേ. നല്ല രസമുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഇതിൻ്റെ സ്ക്വയറും ഇതിൻ്റെ ഇത് റൗണ്ടും ഒക്കെ കുറേ ഉണ്ട്. എടുത്ത് കാണിച്ചു തരാം ഒരെണ്ണം. ഇതാ ഒരെണ്ണം. നല്ല രസമുണ്ട്. ഡൈനിങ് ടേബിൾ നല്ല രസമുണ്ടാവും. ഇത് ഒരെണ്ണത്തിന് ഒരു പീസിൻ്റെ വില 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് 300 രൂപയ്ക്ക് മേടിച്ചിരിക്കുന്നത് കേട്ടെ. അതുപോലത്തെ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ നല്ലതാണ്. എൻ്റെ വർക്ക് പ്രിൻ്റ് എൻ്റെ രസം കണ്ടോ, ഡിസൈൻ കണ്ടോ, ശരിക്കും രസമായിട്ടല്ലേ, അടിപൊളി അല്ലേ. ഇതും ഒരെണ്ണത്തിൻ്റെ വില 50 രൂപ കേട്ടോ. 6 എണ്ണം 300 രൂപ. പിന്നെന്താ കാണിക്കേണ്ടേ? ശരിക്കും ഞങ്ങൾ പർച്ചേസ് ചെയ്തത് ഇത്രയും ഐറ്റംസ് അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളൂ. കൊണ്ടുവരാൻ വേറെ ബുദ്ധിമുട്ടാണ്. ഫ്ലൈറ്റിൽ നമുക്ക് അധികം ലഗേജ് പറ്റില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് മേടിച്ചിട്ടുള്ളൂ. ഇനി കാരണം വേറെയും കുറച്ചധികം സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇനി അവിടെ കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് കാണിക്കാം കേട്ടോ. നമ്മളവിടെ കല്യാണത്തിനൊക്കെ പോയാൽ അത് കുറേ സ്വീറ്റ്സ് തരുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ ചേച്ചിയുടെ വീടായതുകൊണ്ട് ചേച്ചിക്കും അളിയനും അറിയാം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ് ഏതാണെന്നുള്ളത്. ഞങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്നത് ഈ കാജു ബർഫി എന്നൊരു സാധനം അധികം തന്നിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കാജു ബർഫി. ഇത് രാജേന്ദ്ര നഗർ എന്നൊരു സ്ഥലത്തുള്ളതാണ്. ഇത്രയും വാങ്ങി തന്നയച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ട്. കാജു ബർഫി കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു സെറ്റ് ഓഫ് അസോർട്ടഡ് സ്വീറ്റ്സ്. ഒഴിച്ചോ ഇല്ല, അവിടെ ഇരുന്നോട്ടെ. അതിൽ പല വെറൈറ്റീസ് ഓഫ് ലഡു അങ്ങനെ കുറേ സാധനങ്ങൾ, അതിലും കാജു ബർഫിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒരു ഡിഫറൻറ്റ് സാധനം കേട്ടോ. നമ്മുടെ ഇത് ഞാനും ഉദയും അവിടെ അമ്മാവൻ്റെ റോളിലാണ്, മോളുടെ അമ്മാവൻ്റെ റോളിലാണ് പോയത്. അവർ കുറച്ച് ആചാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മളെ ഇട്ട് സ്വീകരിക്കുന്നൊരു മാലയാട്ടോ ഇത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ അവിടെ ചടങ്ങ് ചെയ്യുമ്പോൾ ഇട്ട് തരുന്നൊരു മാലയാണ് ഇത്. ശരിക്കും ചെയ്തിരിക്കുന്നത് നമ്മുടെ ലോട്ടസ് സീഡില്ലേ, താമരയുടെ മക്കാനയെന്നോ അങ്ങനെന്തോ പറയും,
അതും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ഡേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങിയ തേങ്ങ, ഇവിടെ കൊപ്ര അതും വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു വേറെ ഗുണമൊന്നും എനിക്കറിയില്ല. ഇതൊരു ഫോട്ടോയിലൊക്കെ ഇടാറുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളതിൽ ഇത് വറുത്ത് കഴിക്കാൻ്റെ പരിപാടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ഇത് വറുത്ത് കഴിക്കാൻ അടിപൊളിയാണ്. അതിരിക്കട്ടെ. അതിൽ ഒരെണ്ണം കൂടെ അതെനിക്ക് കിട്ടിയതും ഇത് ഉദയിന് കിട്ടിയതാണ്. ഇതൊക്കെ അവിടുത്തെ ചടങ്ങുകളുടെ ഭാഗം കേട്ടോ. കുറച്ചുകൂടെ വലിയ തേങ്ങയാണ്. അപ്പോൾ ഇതായിരിക്കും എനിക്ക് കിട്ടിയ സൈസ് അനുസരിച്ച്. ഇത് ഉദയിനും ആയിരിക്കും. അത് കഴിഞ്ഞു. ഇനി കാണിക്കാനുള്ളത് എല്ലാം കാണിക്കാവോന്ന് എനിക്കറിയില്ല, എന്നാലും കാണിക്കാം. ഇനി കിട്ടിയിരിക്കുന്ന ഞങ്ങൾക്കുള്ള സൂട്ടും ഡ്രസ്സും മൊത്തം ചേച്ചി അവിടെ ചെയ്ത് വെക്കുക ചെയ്ത കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇത് കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ. ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ കാണിക്കണമെന്ന് തോന്നല്ലോ കേട്ടോ. ഇത് അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കൊരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. വീണ്ടും വീണ്ടും വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടമുള്ളവർ കാണുകയും ചെയ്യാമല്ലോ. ഇത് ഞങ്ങൾക്ക് അവിടെ സെറ്റാക്കി വെച്ചിരുന്ന ഡ്രസ്സ് കേട്ടോ. 8 പേർക്കാണ് ചേച്ചി ചെയ്തിരുന്നത് കേട്ടോ. അത് മൊത്തം ഇത് അതിൻ്റെ കൂടെയുള്ള പാൻറ്റ് ഞാൻ വലിയ സെറ്റാക്കി വെച്ചോളാം. പിന്നെ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതും അത് തന്നെയാണ്, ഉദയിൻ്റെയാണ്. ഇനി അവിടെ എനിക്കും എൻ്റെയും ഉദയിൻ്റെയും ഭാര്യമാർക്ക് പട്ടുസാരി തോന്നായിരുന്നു. ഇതൊക്കെ അവരുടെ ആചാരങ്ങളുടെ ഭാഗമാണ്. പട്ടുസാരി ഉണ്ട്. അത്യാവശ്യം കാശും വെച്ചിട്ടുണ്ട് കേട്ടോ. ദക്ഷിണ എന്നൊക്കെ പറഞ്ഞിട്ട്, ദക്ഷിണ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം കാശ് കവറിലേക്ക് തന്നിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട്. നിവർത്തി കാണിച്ചിട്ട് സമയം കളയുന്നില്ല. എന്തായാലും കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഡൽഹി ട്രിപ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പല പ്രാവശ്യം മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് യൂട്യൂബ് ചാനലില്ലാതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു യൂട്യൂബർ സംബന്ധിച്ച് എന്ത് കിട്ടിയാലും അതൊരു കണ്ടന്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും സത്യമല്ലേ? എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ച് ഇന്ന വീഡിയോ ഒന്നുമില്ല, എല്ലാ ടൈപ്പ് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കാരണം പല ടേസ്റ്റുള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. അതായത് ഇതൊക്കെ കാണിക്കാനുള്ള കാരണം. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇങ്ങനത്തെ വീഡിയോസും യൂഷ്വൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.